കായൽ കയ്യേറിയ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിക്ക് വഴിയൊരുങ്ങി. ഉച്ചയ്ക്ക് ചേർന്ന LDF യോഗത്തിൽ NCP ഒഴികെയുള്ള പാർട്ടികളെല്ലാം ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടു. ഒടുവിൽ AGയുടെ നിയമോപദേശം പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ യോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് 2 ദിവസത്തിനകം തീരുമാനമെടുക്കാമെന്ന് NCP മുന്നണി നേതൃത്വത്തെ അറിയിച്ചു. ആലപ്പുഴ കളക്ടറുടെ റിപ്പോർട്ടും AGയുടെ നിയമോപദേശവും എതിരായ സാഹചര്യത്തിൽ തോമസ് ചാണ്ടിയുടെ രാജിക്കാര്യം ചർച്ച ചെയ്യാനാണ് അടിയന്തരമായി ഇടതുമുന്നണി യോഗം ചേർന്നത്. 2 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ നിയമോപദേശവും കളക്ടറുടെ റിപ്പോർട്ടും പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ യോഗം ചുമതലപ്പെടുത്തി. NCP ആലോചിച്ച് വേഗത്തിൽ തന്നെ തീരുമാനം അറിയിക്കട്ടെ എന്നായിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. NCPയുടെ നേതൃയോഗം ചേർന്ന് 2 ദിവസത്തിനകം തന്നെ ചാണ്ടി രാജിവെക്കുമെന്നാണ് സൂചന. മുന്നണി യോഗം ആരംഭിച്ചപ്പോൾ തന്നെ രാജി വേണമെന്ന നിലപാട് CPI അറിയിച്ചു. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് ചാണ്ടി പുറത്തുപോയാൽ NCPക്ക് അത് ഗുണം ചെയ്യും. രാജിവെക്കില്ല എന്നാണ് നിലപാടെങ്കിൽ പരസ്യമായി തന്നെ അത് ആവശ്യപ്പെടുമെന്ന് CPI നേതാക്കൾ പറഞ്ഞു. കോടതി തീരുമാനം വരെ കാക്കണമെന്ന് NCP നേതാക്കൾ പറഞ്ഞപ്പോൾ കാനം രാജേന്ദ്രൻ അതിനെ പരിഹസിച്ചു. സുപ്രീം കോടതി വരെ പോയാൽ അതുവരെ മുന്നണി കാത്തുനിൽക്കണമോ എന്നായിരുന്നു കാനത്തിന്റെ ചോദ്യം. കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ ചാണ്ടി കോടതിയിൽ പോയത് ശരിയായില്ലെന്ന് JDS പറഞ്ഞു. നിയമോപദേശം കൂടി എതിരാണെന്ന് മനസ്സിലാക്കുന്നുവെന്നും അതുകൊണ്ട് രാജിയാണ് ഉചിതമെന്നും JDS നേതാക്കൾ വ്യക്തമാക്കി. ചാണ്ടിക്കെതിരെ നടന്നത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഗൂഢാലോചനയാണെന്നായിരുന്നു NCP അഭിപ്രായപ്പെട്ടത്. നിയമവശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ഒടുവിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിടാമെന്ന ധാരണ NCPയും അംഗീകരിച്ചു. ഘടകകക്ഷി എന്ന നിലയിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം മുഖ്യമന്ത്രി NCPക്ക് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നേതൃയോഗത്തിലോ അതിനു മുമ്പോ രാജിക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. യോഗത്തിന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ജനജാഗ്രതാ യാത്രയ്ക്കിടെ വെല്ലുവിളി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി യോഗത്തിനിടെ കാനം രാജേന്ദ്രനും ചാണ്ടിയും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പമുള്ളത് C. ഭാസുരേന്ദ്ര ബാബു, ഇടതുചിന്തകൻ, C. മുജീബ് റഹ്മാൻ, NCPയുടെ മുൻ നേതാവ്, C. A. ഷുക്കൂർ, കോൺഗ്രസ് നേതാവ്, ഒപ്പം തന്നെ C. A. സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം C. ഭാസുരേന്ദ്ര ബാബു, വലിയ കാലവിളംബം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്ന വിമർശനങ്ങൾക്ക് നടുവിലാണ് ഇന്നിപ്പോൾ LDFന്റെ അടിയന്തര യോഗം ചേർന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തന്നെ തീരുമാനമുണ്ടായിരുന്നത് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ്. നിയമോപദേശം കിട്ടി. അതിനുശേഷം LDFന്റെ അടിയന്തര യോഗം ചേർന്നു. 1 മണിക്കൂറിലധികം ചർച്ചകൾ നടത്തി. എന്നിട്ടും പുറത്തുവന്ന് ഒരു തീരുമാനവും പറയാനില്ലാത്തത് ഇക്കാര്യത്തിൽ LDFന് മേലുള്ള വിശ്വാസ്യതയ്ക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ട്, ഭംഗം വരുത്തിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഇല്ലേ ശരിക്കും? താങ്കൾ പറഞ്ഞു തീരുമാനമില്ല എന്ന്. തീരുമാനമെടുത്തല്ലോ നിഷാദ് റാവുത്തർ. തീരുമാനമെടുത്തത് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെയാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം NCPക്ക് നൽകി. ഇനി അങ്ങനെ NCP തീരുമാനിക്കുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വരും എന്ന നിലയ്ക്ക് പറയുമ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ചാണ്ടി സ്വമേധയാ രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തെ പിൻവലിക്കുകയോ ചെയ്യണമെന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ അതേ സംബന്ധിച്ചുള്ള നിഗമനം നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് തീരുമാനം എന്നാണ് എൻ്റെ ധാരണ. അതേ സംബന്ധിച്ച് NCPക്ക് അവരുടെ കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കേണ്ടി വരുന്നു എന്ന ഒരു പുതിയ വിവരം കൂടി വരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അദ്ദേഹം മന്ത്രിയല്ലാതായി തീരും എന്ന കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. C. ഭാസുരേന്ദ്ര ബാബു, ഇവിടെ താങ്കൾ പറയും പ്രകാരം അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളും മനസ്സിലാക്കുന്നത്, തീരുമാനമെടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം മാധ്യമങ്ങളോട് സംസാരിക്കവേ തോമസ് ചാണ്ടി പറയുന്നത് രാജി ആവശ്യപ്പെട്ടു എന്ന വാർത്ത പൊട്ടത്തരമാണ് എന്നാണ്, അത് തെറ്റാണ്, അസത്യമാണ് എന്ന്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പൊതുവായ തീരുമാനം മുന്നണിക്കകത്തുണ്ടെങ്കിൽ പിന്നെ NCPയുടെ മാത്രമായ ഈ പറയുന്ന ഒബ്ജക്ഷന് കാത്തു നിൽക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നണിക്കാകെ ഒരേ കാഴ്ചപ്പാടും ഒരേ നയവുമാണ് എന്ന് പറയുമ്പോൾ NCPക്ക് അങ്ങനെയല്ല എന്നാണോ? അങ്ങനെയല്ലാത്ത NCPയുടെ ആ വിരുദ്ധ നിലപാടിനെയും പരമാവധി അക്കോമഡേറ്റ് ചെയ്യുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, രാജി ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവസാന കൈക്കുള്ളൊരു കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ രാജി ആവശ്യപ്പെടാം, അദ്ദേഹത്തിൻ്റെ അവകാശമാണത്. അതല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മറിച്ച് രാജി വയ്ക്കാൻ NCP തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് ഈ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഈ മുന്നണിയെയും മന്ത്രിസഭയെയും സംബന്ധിച്ചിടത്തോളം തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ഒരാശയക്കുഴപ്പവുമില്ല. ആ നിലപാട് സാധുവൽക്കരിക്കാൻ 2 ദിവസം സമയം കൊടുത്തിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ
അക്കാര്യത്തിൽ NCP തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. തീരുമാനിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അത് വാങ്ങിയെടുക്കുകയും വേണം. അങ്ങനെ വരുമ്പം 2 ദിവസം കഴിഞ്ഞ് ഈ കാര്യത്തിൽ ചാണ്ടിയോട് ചോദിച്ചാൽ വ്യത്യസ്തമായൊരു അഭിപ്രായമായിരിക്കും പറയേണ്ടി വരിക. ഇത്ര വലിയ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിലാണല്ലോ ഈ യോഗം ഇന്ന് ചേരുന്നത്. അവിടെ NCP മുന്നണി തീരുമാനത്തിന് ഒപ്പിച്ചുള്ള നയം അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണമായിരുന്നുവല്ലോ. ഈ കാര്യത്തിൽ ഇനി തുടരുന്നത് ഉചിതമല്ല എന്ന് CPIM-നും CPIM അടക്കമുള്ള എല്ലാ കക്ഷികൾക്കും ബോധ്യപ്പെടുകയാണ്. രാജ്യം അനിവാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതെന്തുകൊണ്ട് NCPക്ക് മനസ്സിലാവുന്നില്ല? അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ NCP അത് മനസ്സിലാക്കിക്കുകയും ആ തീരുമാനം ആ യോഗത്തിൽ എടുപ്പിക്കുകയും ചെയ്യാൻ കഴിയാത്തത് അവരോട് വേണ്ടാത്ത ഒരു വഴക്കം കാണിക്കുന്നു എന്ന് തോന്നിപ്പിക്കില്ലേ? അതിനേക്കാൾ എളുപ്പം നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം ഇന്നലെ വരെ ചോദിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. തോമസ് ചാണ്ടി എന്തിനാണ് ജനജാഗ്രതാ യാത്രയുടെ സമയത്ത് ഇനിയും നികത്തും എന്ന് പറഞ്ഞത്? തീർന്നില്ല. എന്തിനാണ് അദ്ദേഹം കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ, അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, ഹൈക്കോടതിയിലേക്ക് പോയത്? ഇന്ന് അദ്ദേഹം 2 വർഷം കഴിഞ്ഞാൽ രാജി ഉണ്ടാകുമെന്ന് പറഞ്ഞത്? ഇതെല്ലാം തന്നെ കർശനമായ സ്വഭാവത്തിൽ നോക്കുകയാണെങ്കിൽ തുറന്ന നിയമലംഘനങ്ങളാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? സത്യത്തിൽ മുന്നണി മര്യാദ പാലിക്കുക എന്നതൊരു പാർട്ടിയുടെയും അതിൻ്റെ നേതാവിൻ്റെയും ഉത്തരവാദിത്വമാണ്. ആ മര്യാദ മറന്നൊരാൾ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ പുറകിൽ കൃത്യമായ ഇൻറ്റൻഷൻസ് കാണും. നിഷാദ് റാവുത്തർ, അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. ആ ഇൻറ്റൻഷൻ എന്ത് എന്നിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടാകുമോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം, ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പാകാൻ പോകുന്നില്ല ഈ മുന്നണിയിൽ എന്നതിൻ്റെ സ്പഷ്ടമായ സന്ദേശമാണ് 2 ദിവസത്തിനകം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മുന്നണി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. NCP എന്ത് തീരുമാനിക്കുന്നുവെന്ന് അവരുടെ ഉത്തരവാദിത്വം. അതാണ് A. ഷുക്കൂർ. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നീതീകരിക്കപ്പെട്ടോ പാലിക്കപ്പെട്ടോ സന്തോഷമുണ്ടോ എന്ന ചോദ്യത്തിന് കാനം രാജേന്ദ്രൻ പറയുന്നത് ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ്. പീതാംബരൻ മാസ്റ്റർ പറയുന്നത് LDFൻ്റെ തീരുമാനം ഞങ്ങളുടെയും കൂടി തീരുമാനമാണ്, വിരുദ്ധമായ ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ്. അവിടെ നമുക്ക് ആധികാരികമായി കിട്ടുന്ന വിവരം അനുസരിച്ച് വേഗത്തിൽ രാജി തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം, വളരെ കൃത്യമായ നിർദ്ദേശം LDF നൽകിക്കഴിഞ്ഞിട്ടുണ്ട് NCPക്ക് എന്നതാണ്. അതായത് അവർ ആ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസം പറഞ്ഞ് ഇനിയും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടോ? ഇത് മണിക്കൂറുകളുടെ വ്യത്യാസമല്ലല്ലോ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ. ഈ വിഷയമുണ്ടായതിനു ശേഷം രാജി എന്ന് പറയുമ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കുകയായിരുന്നു, എല്ലാ വ്യവസ്ഥിതികളോടും വെല്ലുവിളിക്കുകയായിരുന്നു. തോമസ് ചാണ്ടി ഇപ്പോഴും പറയുന്നത്, ഏറ്റവും ഒടുവിൽ പറയുന്നത് പൊട്ടത്തരം എന്നാണ് പറഞ്ഞത്. പൊട്ടത്തരം. ഇന്നലെ വൈകുന്നേരം പറഞ്ഞത് 2 വർഷം കഴിയട്ടെ, അപ്പോൾ ഒരു രാജി ഉണ്ടാകും. എന്തൊരു മര്യാദഘട്ട മന്ത്രിയാണിത്. ഈ മന്ത്രിയെ താങ്ങുന്ന ഒരു ഇടതു മുന്നണി എന്ന് പറയുന്നത് എന്ത് പ്രത്യശാസ്ത്രപരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള മുന്നണിയാണ്? ഈ മുന്നണി എന്തൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്? കഴിഞ്ഞ 5 വർഷക്കാലത്തെ അതിനേക്കാൾ നാറിക്കൊണ്ടിരിക്കുകയല്ലേ ഈ മുന്നണി, ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ഭൂമി സംബന്ധിച്ച എത്രാമത്തെ ആരോപണമാണ്? മൂന്നാർ കഴിഞ്ഞ് കൊട്ടക്കാമ്പൂരിൽ തന്നെ അതിനടുത്ത പ്രദേശത്ത് പെരുമ്പാവൂരിലെ ഒരു മുനിസിപ്പൽ കൗൺസിലിൻ്റെ കൊള്ള. ഇങ്ങനെ പോകുകയല്ലേ ചാണ്ടിയുടെ കൊള്ള. ചാണ്ടി പറയുന്നത് കോടതി വിധി വരട്ടേന്നാണ് പറഞ്ഞത്. ചാണ്ടി അവിടെ ഒന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. പീതാംബരൻ മാസ്റ്റർ വയോധികനായ അദ്ദേഹം LDF പറയുന്നത് അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഇനി LDF പറയുന്നത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഉത്തരവ് വരണം. ചാണ്ടി ആയതുകൊണ്ട് ആ ഉത്തരവ് വരില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ താത്വികമായി ബഹുമാന്യനായ ബാസുരേന്ദ്രബാബു പറഞ്ഞു. ബാസുരേന്ദ്രബാബു കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഇപ്പോൾ പറയുന്നതും നമ്മുടെ മനസ്സിലുണ്ട്, ഇന്നലെ പറഞ്ഞതുമുണ്ട്. എങ്ങോട്ട് പോകുകയാണ് ഈ മുന്നണിയുടെ? താങ്കൾ പറയും പോലെ വലിയ കാലവിളംബം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള പ്രതിച്ഛായ നഷ്ടവും സർക്കാർ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഒരു നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്, ഒഴിവാക്കി പോകണമെന്ന കാര്യത്തിൽ. ഇദ്ദേഹത്തെ ഒഴിവാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നതേ ഉള്ളൂ, ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു കാരണവശാലും സംഭവിക്കില്ല. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആർജവത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനം വരണം, അല്ലാതെ ഇത് ഒഴിവാകില്ല. മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തത്തുമില്ല.
അത് എന്താണെന്നുള്ളത് കാലം തെളിയിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ പറയുകയാണ് താങ്കൾ. ശ്രീ എ സജീവൻ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ മുന്നണി മര്യാദയുടെ പേരിലാണല്ലോ കുറച്ച് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത് അവർക്ക് തീരുമാനമെടുക്കാൻ. ഇപ്പോൾ ജനജാഗ്രതാ യാത്ര നടക്കുമ്പോൾ ആ സമയത്ത് ഇനിയും നികത്തുമെന്ന് പറയുന്ന മന്ത്രി, 2 വർഷം കഴിഞ്ഞൊരു രാജി ആലോചിക്കാമെന്ന് ഇന്നലെ പറയുന്ന മന്ത്രി, രാജിയുടെ കാര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് യോഗം കഴിഞ്ഞതിന് ശേഷം പറയുന്ന മന്ത്രി. അപ്പോൾ ഈ വിഷയത്തിൽ മുന്നണിയോടൊരു മര്യാദയും ഇങ്ങോട്ട് കാണിക്കാത്ത തോമസ് ചാണ്ടിക്ക് വേണ്ടി അങ്ങോട്ടൊരുപാട് വഴിഞ്ഞൊഴുകി കൊടുക്കുകയാണ് മര്യാദ. അവർക്ക് സമയം കൊടുക്കുകയാണ്. ഇത്രമേൽ സമയം ഉണ്ടായിട്ട് ഇനിയും അവർക്ക് സമയം. അത് അസാധാരണമായ ഒന്നായി തോന്നുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും ഇതൊരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. തോമസ് ചാണ്ടി ഇന്നലെ അറിഞ്ഞല്ലോ ഈ ഒരു ആവശ്യം. ഇത് സുരേന്ദ്രബാബുവിന് തന്നെ സംഭവിച്ച പോലെ കുറച്ച് നാൾ മുമ്പുള്ളതാണ്. 3 മാസമായി ഈ പ്രശ്നവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് കേരളം. അപ്പോൾ ആ സമയത്ത് ഈ NCPക്ക് അറിയാം ഈ രാജി ആവശ്യമാണ് വേണ്ടതെന്നുള്ള കാര്യം, രാജി ആവശ്യമാണ് LDFിലെ മറ്റ് ഘടകകക്ഷികൾ ഉയർത്തുന്നതെന്നുള്ള കാര്യം. ഈ CPI എത്രയോ പരസ്യമായി പറഞ്ഞു. CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയും ചെയ്തു. ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഇന്ന് LDF യോഗത്തിന് വരുന്നതിന് മുമ്പേ ഈ 2 കക്ഷികളും CPMഉം CPIയും ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ട് അവിടെയും പറഞ്ഞു ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാന്ന്. ഇത് NCP നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. NCPയുടെ ഒരു യോഗം വേറെ നടന്നു. ഇതൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇനി എന്തിനാണ് സമയം എന്ന് നാട്ടുകാർ ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയുക? എന്ത് മുന്നണി മര്യാദയാണ് ഇതിനകത്തുള്ളത്? ഒന്നുമില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ഈ തോമസ് ചാണ്ടിക്കോ NCPക്കോ മുഖം രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൊടുക്കുന്നു. തോമസ് ചാണ്ടി രാജിവെച്ച അഴിമതിയുടെ പേരിലല്ല, പകരം ശശീന്ദ്രന് കസേര ഒഴിഞ്ഞു കൊടുക്കുകയാണ് എന്ന ഒരു പേരുണ്ടാക്കിയിട്ട് രാജിവെക്കാൻ ഒരു അവസരം വേണം. അതുകൊണ്ട് മുഖം രക്ഷിക്കാമെന്നാണ് തോമസ് ചാണ്ടിയും NCPയും വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിലെ ഈ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇതിൽ മുഖം രക്ഷിക്കാനുള്ള ഒന്നുമില്ല. ഇത് ശശീന്ദ്രന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നതല്ല. തോമസ് ചാണ്ടി വെട്ടിലായിട്ട് വെട്ടിപ്പ് നടത്തിയത് പിടിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് രാജിവെക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ സജീവൻ, അത് അത്തരം ഒരു സ്ട്രാറ്റജി നടപ്പിലാവുന്ന ഒരു കാര്യമാണോ? കാരണം ഈ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ തീരുമാനമാവാൻ ഈ മാസം അവസാനം വരെയെങ്കിലും എന്തായാലും, അല്ലെങ്കിൽ അടുത്ത മാസം വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എല്ലാ നിയമപരമായ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അദ്ദേഹത്തിന് വരാൻ. അതുവരെ ഇദ്ദേഹത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണോ? പറ്റില്ല. അല്ല, അതുവരെ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം 2-3 ദിവസത്തിനിടയിൽ രാജിവെക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ആവശ്യം ഈ ശശീന്ദ്രൻ്റെ കേസിൽ ഒരു രാജിയായിരിക്കുന്നു. പരാതിക്കാരിയും രാജിക്ക് ഒരു രമ്യതയ്ക്ക് വേണ്ടി സന്നദ്ധയായിരിക്കുന്നു. കോടതിയിൽ അത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ കോടതിയുടെ ഒരു തീർപ്പ് സ്വാഭാവികമായിട്ടും പിന്നെ അന്വേഷണ കമ്മീഷൻ്റെതാണ് പിന്നീട് വരാനുള്ളത്. ഇപ്പോൾ ഇത് ഇങ്ങനെ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം ഈ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ളൊരു കാര്യമായിരിക്കാം തോമസ് ചാണ്ടി പറയാൻ സാധ്യതയുള്ളത്. അതല്ലാതെ വീണ്ടും പിടിച്ചു തൂങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനൊക്കെ കഴിയുമെന്ന് പുറത്താക്കുന്നതിന് ഇതിനിപ്പോൾ പുറത്താക്കിക്കൂടെ? ഇപ്പം ന്യായീകരണങ്ങളൊന്നുമില്ല. തോമസ് ചാണ്ടിയുടെ ഇന്നത്തെ ഒരു പ്രതികരണം ഉണ്ടല്ലോ, ഇങ്ങനെ ഇത് ഒരു ആനമണ്ടത്തരം എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണത്തിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കണം. ഇതൊക്കെ മുന്നണി ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല, ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല, ഒരു മന്ത്രിക്ക് ചേർന്നതല്ല എന്ന് ഇവിടെ സുരേന്ദ്രബാബു പോലും പറഞ്ഞു. എന്നിട്ടും എന്തിനാണ് ഇദ്ദേഹത്തെ താങ്ങി നിർത്തുന്നത്? വെറും 2 പേർ 91 MLAമാരുള്ള ഇടതു മുന്നണിയിൽ നിന്ന് ഒരു 2 പേരുള്ള പാർട്ടി പിരിഞ്ഞു പോയാൽ പോലും, അവർ മറുകണ്ഠം ചാടിയാൽ പോലും അതിനെ ഭയക്കാതെ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. LDFിൻ്റെ അതായിരുന്നു കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനമാവുക എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. ശ്രീ മുജീബ് റഹ്മാൻ, നേരത്തെ ശ്രീ സുരേന്ദ്രബാബു ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്രമേൽ വലിയ സമ്മർദ്ദമുണ്ടായിട്ടും മുന്നണിയുടെ മുഴുവൻ താല്പര്യം എന്താണ് എന്നറിഞ്ഞിട്ടും കടിച്ചു തൂങ്ങിക്കിടക്കാൻ ചില ഇൻറ്റൻഷൻസ് അദ്ദേഹത്തിനുണ്ടാവും. ആ ഇൻറ്റൻഷൻസ് എന്തായാലും അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് സുരേന്ദ്രബാബു. അത്തരം ഇൻറ്റൻഷൻസ് എന്താണ് അദ്ദേഹത്തിനുള്ളത്? അതിന് ലഘുസമയത്തേക്കെങ്കിലും ഈ മുന്നണിയുടെ നേതൃത്വം വഴങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ. ആ സാഹചര്യം അതിനകത്ത് എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് താങ്കൾ പറയുക? അതിനകത്തിൽ അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നു എന്ന് പറയാൻ കഴിയില്ല.
കാര്യം ഇതിനകത്തിൽ നമുക്കെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ്. നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു അവിടെ കയ്യേറ്റം നടന്നിട്ടില്ല, അങ്ങനെ നിയമവിരുദ്ധമായി യാതൊന്നും തന്നെ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് അടുത്ത കളക്ടർ വരുന്നത്. വിഷയങ്ങൾ മാധ്യമങ്ങൾ അത് വിവാദങ്ങൾ ഉയർത്തി ആ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അനുപമയെ അവിടെ ജില്ലാ കളക്ടറായിട്ട് നിയമിക്കുകയും അനുപമ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും വിശദമായ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തത്. അതിനെ തുടർന്നുണ്ടായ ഒരു കാലതാമസം മാത്രമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ NCPക്ക് അത്രമാത്രം ഒരു പ്രാധാന്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്നുള്ളൊരു കാലതാമസത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാര്യം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആർജവത്തോടു കൂടി നിൽക്കണം. മുഖ്യമന്ത്രിയുടെ ഒരു ക്രെഡിബിലിറ്റി കൂടുതലേ ഉള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അദ്ദേഹത്തിനൊരു നല്ല മുഖമുണ്ട്, നല്ല പേരുണ്ട്. അത് ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ SS ഉയർത്തുവാനായിട്ട് അത് സാധിക്കുമായിരുന്നു. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ ഒരു തീരുമാനം അക്കാര്യത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്രയും പേരുകൂടി കിട്ടുമായിരുന്നു. എന്തു തന്നെയായാലും അദ്ദേഹം മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു സമയം കൂടി ഒരു സാവകാശം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം തോമസ് ചാണ്ടിയെ ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും രക്ഷിക്കാൻ കഴിയില്ല. അത്രമാത്രം ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിഷാന്തെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ടായി. മെയ് മാസം 27-ാം തീയതി അദ്ദേഹം ലോകവിഡ്ഢി ദിനമായ ഏപ്രിൽ 1-നാണ് മന്ത്രിയായിട്ട് അധികാരമെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത് മെയ് മാസം 27-ാം തീയതിക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നത് 28-നോ 29-നോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വിദേശത്തേക്ക് പോയത് താങ്കൾക്കറിയാമോ ഏത് തരം വിസയിലാണെന്ന് മനസ്സിലായോ? പലതരത്തിലുള്ള വിസയിലാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ജോബ് വിസ ഉണ്ട്, 2 അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയുണ്ട്, പിന്നെ ഹജ്ജ് വിസയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വിസകളുണ്ട്. ഇദ്ദേഹം പോയിട്ടുള്ളത് ഒന്നുകിൽ ജോബ് വിസയിലാകാനാണ് സാധ്യത കൂടുതലുള്ളത്. ഒരു മന്ത്രി എങ്ങനെയാണ് ജോബ് വിസയിൽ വിദേശത്തേക്ക് പോകുന്നത്? അദ്ദേഹം NRI സ്റ്റാറ്റസ് ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NRI സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ വോട്ടവകാശമില്ല, ഇന്ത്യയിൽ MLA ആകാൻ പറ്റില്ല, ഇന്ത്യയിൽ മന്ത്രിയാകാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതിനകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്യൂമറേറ്ററെ സ്വാധീനിച്ചുകൊണ്ട് അവർ NRI ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നു. അവർ നിയമവിരുദ്ധമായി വോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം നിയമവിരുദ്ധമായി MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുന്നു. അത്തരം ചില പുതിയ കാര്യങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് താങ്കൾ. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെ ഇങ്ങോട്ട് കാണിക്കാത്ത മര്യാദ, ഇങ്ങോട്ട് കാണിക്കാത്ത ആനുകൂല്യം എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ഈ ആനുകൂല്യം മുഴുവൻ കൊടുക്കുകയാണ്. കാലവിളംബം ഉണ്ടാക്കുന്നുവെന്ന വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ പരിശോധനയുടെയും ആനുകൂല്യം മറ്റു രണ്ടുപേർക്കും പലപ്പോഴും കിട്ടാത്തത് ഈ മനുഷ്യന് കിട്ടുന്നുണ്ട്. അദ്ദേഹം മുന്നണിയോട് ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൻ്റെ ശൈലി എന്താണ്? ഞാനൊരു മഹാസംഭവമാണ്, അതുകൊണ്ട് എന്നെ ആർക്കും പുറത്താക്കാൻ കഴിയില്ല, ഞാൻ നീതിമാനാണ്, മറ്റെല്ലാ ആരോപണങ്ങളും തെറ്റാണ്. മുന്നണി വിയർക്കുകയാണ് ഈ മനുഷ്യൻ്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനം നേരെ തിരിച്ചാണ്. എന്നിട്ടും ആനുകൂല്യം കൊടുക്കാൻ, എന്നിട്ടും സമയം കൊടുക്കാൻ. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ഉണ്ടായ വിഷയമല്ലല്ലോ ഇന്നിപ്പോൾ സാവകാശം കൊടുക്കാൻ, ദിവസങ്ങളായി സാവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സവിശേഷ സാഹചര്യമാണ്, അസാധാരണമായ നയസമീപനമാണ് മുന്നണി നേതൃത്വത്തിൻ്റെ. ആ കാര്യത്തിൽ ഇപ്പം നാം കാണുന്ന അപ്പാരൻ്റായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ധാരണകളിലെത്തുന്നതിൻ്റെ അപാകം ഇക്കാര്യത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നയിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു മുന്നണിയുടെ മര്യാദ ആ മുന്നണിയിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാതെ നോക്കുക എന്നതാണ്. അതിൻ്റെ ക്യാപ്റ്റൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അതുതന്നെയാണ്. ഞാനിത് പറയുന്നതിന് കാരണം ഇതിനു മുമ്പ് ഇതേ ചാനലുകൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട്. RSP മുന്നണിയിൽ നിന്ന് പോയപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ കോലും ബഹളവും? സജീവനൊക്കെ എന്താ നിലപാടെടുത്തത് സജീവൻ ഇപ്പോൾ പറയാമല്ലോ. ജനതാദൾ പോയതിനെക്കുറിച്ച് എന്തായിരുന്നു നിലപാട്? അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയിൽ നിന്ന് ഒരു പാർട്ടിയും പോകാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട പ്രഥമഗണനീയമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയുടെ തീരുമാനമായി ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതൊരു വശം. മറിച്ച് ഇതിന് അപ്പുറത്തൊരു രാഷ്ട്രീയ വശമുണ്ട്. ഇതിനൊരു നേതൃത്വമുണ്ടല്ലോ NCPയുടെ. ആ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ത്? റാവുത്തർ, എന്താണ് അവരുടെ രാഷ്ട്രീയ നിലപാട്? രാഷ്ട്രീയ നിലപാടില്ല. അങ്ങേയറ്റം സങ്കീർണവും ഗൗരവതരവുമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ NCP എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിന് ആരുടെ കൂടെയും ഭരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അത്ര രാഷ്ട്രീയമേ അതിന് മേളിലുള്ളൂ. അവരുടെ അംഗീകാരം കിട്ടിയിട്ട് രാജിവെക്കാമെന്നാണ് ചാണ്ടി പറയുന്നത് എങ്കിൽ നമുക്കറിയാമല്ലോ ഈ
ശശീന്ദ്രൻ പോയതിന് ശേഷം ആ പാർട്ടി പൂർണ്ണമായും ചാണ്ടിക്ക് വിധേയമായി പോകുന്നതിനുള്ള എല്ലാ ചൂട്ടും പിടിച്ചത് പ്രഫുൽ പട്ടേൽ ആയിരുന്നുവല്ലോ. ആ രാഷ്ട്രീയമൊന്നും കാണാതെ സംസാരിച്ചാൽ ശരിയാകുമോ? മുജീബിനോടാണ് ഞാൻ ചോദിക്കുന്നത്. മുജീബിന് അറിയേണ്ടതാണല്ലോ അത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായ അജണ്ടയുണ്ട് അതിൻ്റെ പിന്നിൽ. ആ അജണ്ട ആരാണ് ഈ വാർത്ത കൊണ്ടുവന്നതെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനൊക്കെ വളരെ ലളിതമായി അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം വലിയ ബഹളം വെച്ച് ദാ കണ്ടില്ലേ, അങ്ങർക്ക് വലിയ പണമുണ്ട്, പണം കണ്ടപ്പോൾ അസ്തമിച്ചു പോയി പിണറായി പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ 1, 2, 3, 4 എന്ന നിലയ്ക്ക് സമചിത്തതയോടെ കൃതഹസ്തതയോടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു രീതി ഒരു രാഷ്ട്രീയ ഒരു അച്ചടക്കത്തിൻ്റെ രീതിയാണ്. ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാവുന്ന അജണ്ട മുളയിലെ നുള്ളുക എന്ന ഉത്തരവാദിത്വം ഇപ്പോൾ NCPക്കാണ്, LDFനല്ല, മുഖ്യമന്ത്രിക്കല്ല. NCP അത് നിർവഹിക്കട്ടെ. NCP നിർവഹിക്കുന്നില്ലെങ്കിൽ LDF നിർവഹിക്കും. ആ സന്ദേശമാണ് 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് LDF കൊടുത്തിരിക്കുന്നത്. അത് കാണാതെ ഈ പ്രശ്നത്തെക്കുറിച്ച് ബഹളം വെച്ചാൽ, ഷുക്കൂറെ, നിങ്ങൾ കാണിച്ച അപകടമുണ്ടല്ലോ. നാറുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു. ഈ നൂറ്റാണ്ടിൽ ഒരു മന്ത്രിസഭയ്ക്കും നിങ്ങളുടെ മന്ത്രിസഭ നാറിയത് മാതിരി എത്ര ശ്രമിച്ചാലും നാറാൻ കഴിയില്ല സർ. അതാണ് അത് താങ്കൾ പറയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ്. പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇവിടെ കഴിഞ്ഞ 2 മന്ത്രിമാർ രാജിവെച്ചു. ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് 3ാമത്തെ ആളും പോകുന്നുവല്ലോ എന്ന പാപഭാരം ഉണ്ടാകുമെന്നൊക്കെ നിരീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ വസ്തുത പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കഴിഞ്ഞ 2 പേരുടെയും കാര്യത്തിൽ ദ്രുതഗതിയിലെടുത്ത തീരുമാനം സത്യത്തിൽ സർക്കാരിന് മൈലേജ് ഉണ്ടാക്കുകയേ ചെയ്തിട്ടുള്ളൂ. കാരണം അഴിമതി വിരുദ്ധതയുടെ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നയത്തെ അടിവരയിട്ടുറപ്പിക്കാൻ ആ 2 തീരുമാനവും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിന് വലിയ ലോസ് ഉണ്ടായി എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കാര്യം നേരെ തിരിച്ചാണ്. ഉണ്ടാകാവുന്ന ഡാമേജ് മുഴുവൻ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. മറിച്ച് NCP ഇപ്പോൾ ഒരു വോളറ്റൈലായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ അവർ പുറത്തേക്ക് പോകാം, അത്തരമൊരു പ്ലോട്ടായിരിക്കും ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അതിന് മുൻതൂക്കം കൊടുത്താൽ മതിയെന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 2 മന്ത്രിമാർ രാജിവെച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റാവുത്തർ, ആ മന്ത്രിമാരെ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ രാജിക്ക് സന്നദ്ധമായിരുന്നു. ആ പാർട്ടികൾ തന്നെ രാജിക്ക് സന്നദ്ധമായിരുന്നു, മന്ത്രിമാർ സന്നദ്ധമായിരുന്നു. ഇവിടെ ഈ പാർട്ടി സന്നദ്ധമല്ല, മന്ത്രി സന്നദ്ധമല്ല. എന്തുകൊണ്ട്? അതിൻ്റെ രാഷ്ട്രീയമെന്ത്? ഓരോ തവണയും പുറത്താക്കാൻ പാകത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ ഈ മന്ത്രി എന്തുകൊണ്ടെടുത്തു? എന്തിന് മുഖ്യമന്ത്രിയെ കൊണ്ട് പുറത്താക്കാൻ നിർബന്ധിക്കുന്നു ഈ മന്ത്രി? മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ പറയാം താങ്കൾക്ക് ശ്രീ സജീവൻ, താങ്കൾ അങ്ങനെ കാണുന്നു അതിനെ? വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്, അത് താങ്കൾ പറയുകയാണ്. ശ്രീ സജീവൻ, താങ്കൾ ആ സാധ്യതയെ കാണുന്നുണ്ടോ? മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുന്നത് വളരെ ഡെലിബറേറ്റ് ആയിട്ടാണ്, തന്ത്രപൂർവ്വം. കാരണം ഒരു പ്രശ്നമുണ്ടായി, ഉരസിപ്പിരിയാം, എവിടെയും നിൽക്കാൻ മടിയില്ല എന്ന് തൻ്റെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ച ഒരാൾ, ദേശീയ നേതൃത്വത്തിന് പോലും മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിൽ, ഫാസിസത്തോട് പോരാടുന്നതിൽ വളരെ കൃത്യമായ ഒരു നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഏത് കളിയും കളിക്കാം. അതിനൊരു കാരണമുണ്ടാക്കുകയേ വേണ്ടൂ. ആ ഉണ്ടാക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് സമചിത്തതയോടെ, ബുദ്ധിയോടെ, തന്ത്രപൂർവമായ പ്രതികരണം നടത്തുകയാണ് ഇടതുപക്ഷത്തിന് നേതൃത്വം ചെയ്യുന്നത്. അങ്ങനെ കാണണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഉണ്ട് എന്ന് സമ്മതിക്കുന്നു, ഒരു സംശയമില്ല. കാരണം ഈ NCPയുടെ ഇതുവരെയുള്ള അവരുടെ നിലപാട് വെച്ച്, രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഒരു വ്യവസ്ഥയുമില്ല, ഒരു രാഷ്ട്രീയ നയവുമില്ലാത്ത പാർട്ടിയാണ്. എവിടേക്കും പോകും, കാലണ കിട്ടിയാൽ കിടന്ന് അത് കടിച്ചെടുക്കാൻ പോലും തയ്യാറാവുന്ന ഒരു പാർട്ടിയാണത്. അവർ സംശയമില്ല. അവർ പലപ്പോഴും ആ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. ഗോവയിലും മറ്റവരുടെ നിലപാട് എന്തായിരുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത് സംഭവിച്ചു. അതേപോലെ ഒരു നിലപാട് കേരളത്തിലുണ്ടായേക്കും ഈ മന്ത്രിയെ പുറത്താക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഞാൻ മനസ്സിലാക്കിയ NCPയിലെ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ പോകാൻ സാധ്യതയില്ല. NCPയുടെ ഈ പഴയ കാലത്തെ NCPക്കാരുണ്ടല്ലോ പല ആളുകളും, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് പുറത്ത് നിൽക്കുന്ന ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവാൻ സാധ്യതയില്ല. ഒരു MLA പോവും. MLA പോയതുകൊണ്ട് എന്താണ്, 90-ൽ നിൽക്കും. MLA പോകുന്നില്ല, പക്ഷേ ഒരു മുന്നണിക്കുണ്ടാവുന്ന അതിൻ്റെ പ്രതിച്ഛായ ഉണ്ടല്ലോ. ഈ ഒരു പൂർണ്ണമായിട്ടും നാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരാളെ പേറേണ്ട ഒരു അവസ്ഥ,
അയാൾ എടുത്തു നടക്കേണ്ട ഒരു അവസ്ഥ ഈ മുന്നണിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നാണക്കേടുണ്ടാക്കുന്നതാണ്. പിന്നീട് മറ്റൊരു കാര്യം, നേരത്തെ ഭാസുരേന്ദ്ര പറഞ്ഞിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ. ഒന്ന്, ഈ RSPയുടെ കാര്യത്തിലും ജനതാദളിൻ്റെ കാര്യത്തിലും. RSPയുടെയും ജനതാദളിൻ്റെയും കാര്യത്തിൽ അന്ന് ആ നിലപാടിനെ, LDFിൻ്റെ നിലപാടിനെ, CPMൻ്റെ നിലപാടിനെ വിമർശിക്കാനുള്ള കാരണം അന്ന് ആ ഒരു സീറ്റ് അവർ വേറെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഇതേപോലെ ഭൂമി വെട്ടിപ്പിടിച്ചതിൻ്റെ പേരിലൊരു കാര്യത്തിലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാണം കെട്ട ഒരവസ്ഥയുടെ പേരിലല്ല അവർ പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. അവിടെ സീറ്റിൻ്റെ കാര്യമായിരുന്നു. ആ സീറ്റ് അവർ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു തർക്കത്തിൽ പോകുന്നത് അങ്ങനെ പോകാൻ സമ്മതിക്കരുതായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ ശശീന്ദ്രന്റെ കാര്യത്തിൽ പോലും ആ പാർട്ടി ഒരു നിലപാടെടുത്തു. പക്ഷേ സാഹചര്യമാണെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ A. ഷുക്കൂർ, ഇവിടെ നിങ്ങളുടെ കൂടി ചരിത്രം ഉദാഹരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് ശ്രീ ഭാസുരേന്ദ്ര ബാബു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KM മാണിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മുൾമുനയിൽ നിന്നയാൾ. അന്ന് ആ പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഒടുക്കമാണല്ലോ അതുണ്ടായത്. വലിയ നാടകീയമായ സാഹചര്യങ്ങൾക്കൊരുവിൽ KM മാണിയും PJ ജോസഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അവസാനം രാജിവെക്കാനുള്ള തീരുമാനം ആരെടുക്കുന്നു? മാണി എടുക്കുന്നു. മാണിയുടെ കഥയ്ക്കനുസരിച്ചാണ് മുഴുവൻ നീങ്ങിയത്. നിങ്ങൾക്ക് സുചിന്തിതമായ നിലപാടും വളരെ കാർക്കശ്യത്തോടെയുള്ള സമീപനവും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊരു മുന്നണിയാണ്. മുന്നണിക്കകത്ത് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി കംഫർട്ട് ലെവൽ പരിശോധിക്കുക എന്നതൊരു ബാധ്യതയാണ്. ആ പണി മാത്രമേ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. അല്ലാതെ ചാണ്ടിയെ സംരക്ഷിക്കും, ചാണ്ടി തുടരും, ചാണ്ടി നല്ലവനാണ് എന്ന ഒരു പരസ്യ നിലപാട് CPIM സ്വീകരിക്കുന്നില്ല. നിഷാദ്, ശരിയല്ല അത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ മാണി സാറിൻ്റെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ മാണി സാറിൻ്റെ നടപടികൾ, ഏതായാലും ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. അത്തരം ചില കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് പ്രതിപക്ഷത്താണ്. ഞങ്ങൾ 4 വർഷക്കാലവും അതിഗംഭീരമായി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയ പ്രസ്ഥാനമായിരുന്നു ഭരണകാലഘട്ടത്തിൽ. 1.5 വർഷം തികയുന്നതിന് മുമ്പാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. ഭാസുരേന്ദ്ര ബാബു വളരെ താത്വികമായി വിശകലനം ചെയ്തു. അതെന്തെല്ലാം ഇരിക്കട്ടെ, അദ്ദേഹം മനസ്സിൽ വെച്ചോ. ഞാൻ ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്നു. എൻ്റെ ഈ മുന്നണി മര്യാദകളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് നീട്ടുന്നതിൻ്റെ നിക്ഷിപ്ത താല്പര്യം ജനങ്ങൾക്കറിയാം. മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ് നേരത്തെ നീലലോഹിതദാസൻ നാടാർ രാജിവെച്ചത്, ശ്രീ PJ ജോസഫ് രാജിവെച്ചത്, ശ്രീ കുരുവിള രാജിവെച്ചത്. ഇതെല്ലാം LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്തിനേയും വെല്ലുവിളിക്കുന്ന ഒരു മന്ത്രി, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന മന്ത്രി, ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന മന്ത്രി, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഇനിയും നടത്തുമെന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രിയെ നിയന്ത്രിക്കാൻ ഈ മുന്നണിക്ക് കഴിയുന്നില്ല, NCPക്ക് കഴിയുന്നില്ല. മറ്റു പാർട്ടികളെല്ലാം എന്നാൽ ഇദ്ദേഹം രാജിവെക്കണമെന്നുള്ള ഭാഷ്യത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. മുന്നണിയുടെ നേതാവിന് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാനും കഴിയുന്നില്ല. CPMൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് വരാൻ കഴിയുന്നില്ല. അത് മുന്നണി മര്യാദയുടെ കാര്യം പറയണം. കഴിഞ്ഞ തവണയും KM മാണി ആയിരുന്നല്ലോ ഈ കാര്യത്തിൽ നിലപാടെടുത്തത്. ഞാൻ രാജിവെക്കില്ല, എന്തിന് രാജിവെക്കണം, ഇത് കള്ളക്കഥയാണ്, ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്ത അദ്ദേഹമാണ്. പാപം അനുഭവിച്ച അല്ല, അതിന്റെ ദുരന്തം അനുഭവിച്ചവരാണ് UDF ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു. അങ്ങനെ UDF ആകെ തന്നെ വിലയിരുത്തുന്നുണ്ടോ അതിന്റെ ദുരന്തമായിരുന്നു? അസംതൃപ്തി ഉണ്ടായിരുന്നോ? അങ്ങനെ ആകെ വിലയിരുത്തുന്നുണ്ടോ നിങ്ങൾ? അവസാന കാലത്തുണ്ടാക്കിയ ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അത് പെരുപ്പിച്ച് വലിയ രീതിയിലായി കുപ്രചരണമായി, നുണപ്രചരണമായി എല്ലാം ജനങ്ങൾ വിശ്വസിച്ചു. അതിന്റെ ഫലമുണ്ടായി. ഇനി ഇതെന്താ പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെത് എല്ലാം ശരിയാക്കാൻ ദാ വരുന്നു, എല്ലാം ശരിയാക്കി, ഇപ്പോഴും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്ത് പ്രത്യശാസ്ത്രപരമായ പോരാട്ടമാണ്, എന്ത് അധ്വാന വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്ന. അരിയുടെ വില ഇന്നലെയും കൂടി 1 രൂപയാണ് റേഷൻ കടയിൽ അരിയുടെ വില കൂടി 1 കിലോയ്ക്ക്. അതാണ് ശ്രീ മുജീബ് റഹ്മാൻ. ഇവിടെ ഭാസുരേന്ദ്ര ബാബു വളരെ വ്യത്യസ്തമായ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം കലഹിക്കുന്നത് ഒരു മോശം സാഹചര്യമുണ്ടാക്കി പുറത്തേക്ക് പോകാനുള്ള വലിയ ആലോചനയുടെ ഭാഗമാണെന്ന്. അങ്ങനെ തോമസ് ചാണ്ടിക്ക് LDFന് ആഘാതമുണ്ടാക്കിക്കൊണ്ട് ഒരു ഇറങ്ങിപ്പോക്ക് സാധ്യമാണോ? ആ വിധം അദ്ദേഹം ഗ്രൗണ്ടിൽ കരുത്തനാണോ? താങ്കൾ എന്ത് കരുതുന്നു? ഒരു കാരണവശാലുമില്ല. LDFിൻ്റെ ഒരു രോമത്തിന് പോലും ക്ഷതമേൽപ്പിക്കാൻ തോമസ് ചാണ്ടിക്ക് കഴിയില്ല. തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നിലപാടില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ അല്ല.
അദ്ദേഹത്തിന് ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ഒരു വിദ്യാഭ്യാസ കച്ചവടക്കാരനാണ്. കുവൈറ്റിൽ വിദ്യാഭ്യാസ കച്ചവടം ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന കാശ് വന്നിട്ട് ഇവിടെ കുറെ പാവങ്ങളെ സഹായിക്കുന്നു എന്ന പേരിൽ കൊടുക്കുകയും രാഷ്ട്രീയക്കാർക്ക് ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്കൊക്കെ വരുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിലക്കെടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അദ്ദേഹം ഇനി രാജിവെച്ച് അദ്ദേഹം ഇനി ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ പോലും ഇവിടെ നിൽക്കുന്നതിൽ 99% NCP പ്രവർത്തകരും തന്റെ ഇടത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു സമീപനം ആ പാർട്ടിക്കകത്ത് എടുത്ത് കാണുന്നില്ല. തോമസ് ചാണ്ടിക്കെതിരെ സംസാരിക്കാൻ ഒരു NCP നേതാവ് പോലും ഒരു ചാനൽ ചർച്ചയിലും ഇപ്പോൾ പങ്കെടുക്കില്ല. പീതാംബരൻ മാസ്റ്റർ പോലും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു രാജിയും വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. അപ്പോൾ തോമസ് ചാണ്ടിയുടെ താല്പര്യമാണല്ലോ ഇത്. നിയമലംഘനം നടത്തിയ അദ്ദേഹം മാത്രമാണ്. മുന്നണിക്കകത്ത് മുഴുവൻ പേർക്കും ബോധ്യപ്പെട്ടതുമാണ്. തോമസ് ചാണ്ടിയുടെ മാത്രം എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. അതിനെന്തിനു പാർട്ടി ഒന്നാകെ കൂടെ നിൽക്കണം? നിഷാന്ത ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടു. നേരത്തെ ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിന് എതിരായിട്ട് ഒരു NCPയുടെ MLA ഖണ്ഡൽ ജഡേജ എന്ന് പറയുന്ന ഒരു MLA വോട്ട് ചെയ്തു. അതേപോലെ തന്നെ ഗോവയിൽ ചർച്ചിൽ അലിമാവോ എന്ന് പറയുന്ന ആള് ഈ NCPയുടെ ഏക MLA ആണ്. അദ്ദേഹം വോട്ട് ചെയ്തു. അദ്ദേഹം BJPക്കാണ് വോട്ട് ചെയ്തത്. BJPയുടെ ഗോവയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. ഇവർ രണ്ടുപേരും ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിരോധാഭാസമാണ്. ഞാൻ പാർട്ടിയുടെ മന്ത്രി അഴിമതി കാണിച്ചപ്പോൾ നിയമലംഘനം നടത്തിയപ്പോൾ അത് നിയമലംഘനമാണ്, അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പുറത്താക്കി. പക്ഷേ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത രണ്ടുപേര് ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട്. ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പീതാംബരൻ മാസ്റ്റർ. പീതാംബരൻ മാസ്റ്റർ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. TP പീതാംബരൻ മാസ്റ്റർ ആൻസർ പറഞ്ഞേ മതിയാകത്തുള്ളൂ ഇതിന്. അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് വ്യത്യസ്തമായ നിലപാടാണ്, വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ തലപ്പത്തി സംസ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അദ്ദേഹത്തിന് എങ്ങനെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അദ്ദേഹം കൃത്യമായിട്ട് പറയട്ടെ അദ്ദേഹത്തിന്റെ ചിന്താധാര എന്താണെന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ തോമസ് ചാണ്ടി വിലക്കെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായ രീതിയിൽ കൂടിയിട്ടാണ് അദ്ദേഹം ഈ തീരുമാനങ്ങൾ എടുത്ത് പറയുന്നത്. ഒരിക്കലുമല്ല. ഇവിടെ 2-3 നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭിന്നസ്വരവും പിന്നെ അതിന് കേൾക്കുന്നില്ലല്ലോ. പാർട്ടിയുടെ ആകെ തന്നെ താല്പര്യമല്ല സംസാരിക്കുന്നത് പീതാംബരൻ മാസ്റ്ററെങ്കിൽ ഒരു ഭിന്നസ്വരവും അതിന് പുറത്ത് കേൾക്കുന്നില്ല. അങ്ങനെ തോമസ് ചാണ്ടിക്ക് എടുക്കാൻ കഴിയുന്ന, വാങ്ങാൻ കഴിയുന്ന ആളുകളെ ഉള്ളൂ ഇതിനകത്തെങ്കിൽ പിന്നെ ആ പാർട്ടി അടർത്താൻ എന്ത് പ്രയാസമിരിക്കുന്നു? നിശാന്തെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, തോമസ് ചാണ്ടിയെ അനുകൂലിച്ചുകൊണ്ട് എത്ര പേർ വന്നു? 2-3 പേർ മാത്രമാണ് തോമസ് ചാണ്ടി അനുകൂലിച്ചുകൊണ്ട് വന്നത്. ബഹുഭൂരിപക്ഷം പേരും തോമസ് ചാണ്ടി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളാരും ഈ പ്രസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വേർപിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ ഇനി അങ്ങനെ ഒരു നിലപാട് തോമസ് ചാണ്ടിയോ അഖിലേന്ത്യാ നേതൃത്വമോ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കൊപ്പം പഴയ, നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രം അറിയാമല്ലോ, കോൺഗ്രസ് എസ് ആയിരുന്ന ചരിത്രം അറിയായിരുന്നല്ലോ. തിരിച്ച് അതേപോലെ തന്നെ ഈ മുന്നണിയുടെ ഭാഗമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ഭാസുരേന്ദ്രൻ ബാബു, താങ്കൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 2 പാർട്ടികൾ പോയത്. തിരിച്ചും ആലോചിക്കാമല്ലോ. ഇപ്പൊ ജനതാദളിലെ ഒരു വിഭാഗം പോയി, RSP പോയി, CPIM നേതൃത്വം മുന്നണി മര്യാദയുടെ ഒന്നും ക്രൈറ്റീരിയ ഉപയോഗിക്കാതെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി പോവുകയാണ് ഉണ്ടായത് അവർ. അന്ന് പക്ഷേ ആ പാർട്ടികൾ തന്നെ പോയാലും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നതായിരുന്നു നയം, നിലപാട്. പക്ഷേ ഇപ്പോൾ തോമസ് ചാണ്ടി, ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി പരിശോധിച്ചാൽ തോമസ് ചാണ്ടിക്ക് ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷത്തെയും കൊണ്ടുപോവുക സാധ്യമല്ല. അദ്ദേഹത്തിന് പോകാം, ചിലപ്പോൾ 1-2 നേതാക്കളെയും കിട്ടിയേക്കും. അത്രയുമേ അതുണ്ടാക്കാൻ പോകുന്ന അപകടമുള്ളൂ. അപ്പോൾ 2 പാർട്ടികൾ തന്നെ പോവുകയും മുന്നണി ദുർബലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും തീരുമാനത്തിനൊപ്പം ഉറച്ചു നിന്ന CPIM ഇവിടെ പക്ഷേ ഇങ്ങനെ ഒരു MLA മാത്രം പോകുമെന്ന ഭയാശങ്കയിൽ ഇങ്ങനെ ദുർബലപ്പെടുന്നത്, ഇങ്ങനെ മയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ഉദാഹരണം പറഞ്ഞത് രാഷ്ട്രീയമായ ഡിസെൻഷൻ്റെ കാര്യത്തിലല്ല, ഭിന്നിച്ചു പോകലിൻ്റെ കാര്യത്തിലല്ല. ഞാനത് സജീവനെ മാത്രം ലക്ഷ്യമാക്കി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അന്ന് അങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്ന് സമയമെടുക്കുമ്പോൾ എന്തിന് സമയമെടുക്കുന്നു എന്ന് ചോദിക്കരുത്. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ ചോദ്യത്തിനകത്ത്. അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് മറുപടി പറയേണ്ടതായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുജീബ് റഹ്മാൻ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹവും ഞാനും തമ്മിൽ ചർച്ചയിൽ എത്രയോ നാളുകൊണ്ട് കാണുന്നു. അദ്ദേഹം ഇപ്പോൾ NCPയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത്. നമുക്ക് ലളിതമായി ആലോചിക്കാമല്ലോ. മുജീബ് എങ്ങനെയാണ് പുറത്താക്കപ്പെട്ടത്? അതിൻ്റെ പിന്നിൽ സംസ്ഥാന നേതൃത്വമല്ലല്ലോ മുജീബ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നിലപാടാണ് മുഴുവൻ ആൾക്കാരെയും പുറത്താക്കാൻ. അങ്ങനെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട് തോമസ് ചാണ്ടിക്കുള്ള ആധികാരികത ഉറപ്പിച്ചു കൊടുത്തു.
നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതിക്കകത്ത്. തീർച്ചയായും സർ. എന്നെ കൊണ്ടത് പറയിപ്പിക്കേണ്ടായിരുന്നു. പറയിപ്പിച്ചത് എനിക്ക് പറയാതിരിക്കാനും വയ്യ. ശരിയാണ്. അങ്ങനെ അദ്ദേഹത്തെ അപ്രമാദിത്വനാക്കി. ആ അപ്രമാദിത്വമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും NCPക്ക് മുട്ടിടിക്കുന്നുണ്ടല്ലോ. അത് തുറന്ന് നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോഴും NCPക്ക് മുട്ടിടിക്കുന്നുണ്ട് തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. എന്തിനാണ് അത്ര വിഷമം? നേരത്തെ ആണെങ്കിൽ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ മന്ത്രിക്ക് വിരോധമില്ല, NCPക്കും വിരോധമില്ലായിരുന്നു. അത്ര ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു ഹാർഡ് നട്ടായി എങ്ങനെയാണ് തോമസ് ചാണ്ടി മാറുന്നത്? ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ. ആ പിന്തുണയുടെ രാഷ്ട്രീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അത് കാണാതിരിക്കുന്നവർ, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. മാണി സാറിൻ്റെ മകന് നോക്കൂ ഷുക്കൂർ, അന്ന് മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ, അദ്ദേഹം പുറത്തേക്ക് പോയതിന് തൊട്ട് പിറകെ കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ പാർട്ടിയുടെ ഭൂപട സ്വപ്നം, ഭൂപട അർത്ഥം എന്താകുമായിരുന്നേനെ സാർ? നിങ്ങൾ വളരെ നിഷ്ക്രിയമായി കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ്. ഉത്തരവാദിത്വമില്ലാതെ എന്തും ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ രാജൻ ബാബു. JSS ഉണ്ടായിരുന്ന നേതാവാണല്ലോ. അദ്ദേഹം ഇപ്പോൾ NDAയിലാണല്ലോ. എങ്ങനെ പോയി അവിടെ? നിങ്ങളുടെ ഉദാസീനത കൊണ്ടല്ലേ അത് സംഭവിച്ചത്. പറയുമ്പോൾ പലതും പറയിപ്പിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രയോഗിക്കുമ്പോൾ കാത്തിരിക്കേണ്ടി വരും. കാലവിളംബം ഉണ്ടാകാം. ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി നിറവേറപ്പെട്ടോ എന്ന് പരിശോധിക്കാൻ പോലുമുള്ള സൗമ്യത നിങ്ങൾക്കില്ല. അതാണ് ഷുക്കൂർ, നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് കേവലമായ ഒരു അഴിമതി പ്രശ്നവും അവിടുത്തെ മന്ത്രിയുടെ രാജി പ്രശ്നവും എന്ന നിലയിലാണ്. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ആലോചനയും സൂക്ഷ്മമായ പരിശോധനയും ഇക്കാര്യത്തിൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട്? ഇവിടെ നിന്ന് അതൃപ്തിയോടെ നിൽക്കുന്ന ഒരാൾ പുറത്തേക്ക് പോയി സംഘപരിവാര ചേരിക്ക് ശക്തി ഉണ്ടാക്കാനാണ് പോകുന്നതെങ്കിൽ അതിനുള്ള സാധ്യതയെല്ലാം മുൻപിലുണ്ട് എന്നത് വസ്തുതാപരമാണ്. അതൊരു ഉട്ടോപ്യൻ തോട്ടല്ല. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോവുക, എതിർചേരിക്ക്, പ്രത്യേകിച്ച് മതേതരത്വത്തിൻ്റെ ശക്തികൾക്ക് എതിർചേരിക്ക് കേരളത്തിൽ ഒരു ബലമുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതി ഇടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുകയല്ല വേണ്ടത് എന്ന രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ എന്ന്. ഏതായാലും അത്രയും നല്ലത്. അപ്പം നമുക്ക് കാണാം. ഏതായാലും ബാസുരേന്ദ്ര ബാബു പറഞ്ഞതിന് ഒരു മറുപടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഞങ്ങൾ ഏതായാലും വെള്ളാപ്പള്ളിയുടെ കൂടെ ചേർന്ന രാജൻ ബാബുവിനെ VDJS-ലാക്കി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നി, അങ്ങനെ നിലപാടെടുത്തു. ആ നിലപാടിൽ ഉറച്ചു നിന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് പറഞ്ഞുകൊണ്ട് നടന്നത്, അത് ഈ നാടിന് ആപത്താണെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന അദ്ദേഹം JSS-ൽ നിൽക്കുമ്പോഴും SNST പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയോട് പ്രത്യേക താല്പര്യമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി നേരെ വെള്ളാപ്പള്ളിയിലേക്ക് പോയി. അവിടെ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് നിലപാടുകളുണ്ടായിരുന്നു. നിങ്ങൾ കൈകാര്യം ചെയ്തില്ല. നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞു, അദ്ദേഹം പോയി. അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കെന്നുള്ളതാണ്. ഒരു സെക്കൻഡ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട അനിവാര്യാവസ്ഥയിലാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നാണ് ബാസുരേന്ദ്ര ബാബു പറയുന്നത്. കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട അനിവാര്യാവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ബാസുരേന്ദ്ര ബാബു. നമ്മുടെ നാട് ഭയങ്കര സ്നേഹമല്ലേ. ദീൻ ദയാൽ ഉപാധ്യായയുടെ സർക്കുലർ അതുപോലെ കേന്ദ്രം അയച്ചത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് തനിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്നത്. വലിയ സ്നേഹം. ഗെയിൽ സംഭവം ഉണ്ടായപ്പോൾ 7-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞവരാണ്. അതൊക്കെ നമുക്ക് പറയാം. തിരിച്ചും പറയാനുള്ളതുണ്ടല്ലോ. തിരിച്ചും സംഘപരിവാറിനെതിരെ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളുടെ ഉദാഹരണം നമുക്ക് വേറെയുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഒരു സെക്കൻഡ് അല്ലല്ല, വ്യാഖ്യാനമല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നിപ്പോൾ ബാസുരേന്ദ്ര ബാബു എങ്കിലും ഇവിടെ വന്നിരുന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകനായി ബാസുരേന്ദ്ര ബാബു സംസാരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ ചർച്ചകളും ഒരു CPM-കാരനെ ഒരിടത്തും കാണുന്നില്ല. ഒരു CPM-കാരനെയും ചർച്ചയ്ക്ക് കാണുന്നില്ല. എന്തേ? ഈ തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ഒരു CPM-കാരനും വരുന്നില്ല. ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പലരും വന്നിട്ടുണ്ട്. ആനത്തലവട്ട ആനന്ദൻ 4 ദിവസം മുമ്പുണ്ടായിരുന്നു.
അതിനുശേഷം ആരെങ്കിലും ഒന്ന് പറയാം മുജീബേ, നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തല്ലോ, ഇന്നലെ ആരുണ്ടായിരുന്നു? ആന്റണി രാജു ഉണ്ടായിരുന്നു. ആന്റണി രാജു ബാബു അല്ല, ഞാൻ CPM പറഞ്ഞത്. ഞാൻ CPM പറഞ്ഞത്. CPM ലീഡർഷിപ്പ് ഒരു മിനിറ്റ് സി ഭാസ്കരേന്ദ്ര ബാബു വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. അല്ല ഷുക്കൂറെ, സാവധാനം ആലോചിച്ചാൽ വല്ലപ്പോഴും നിങ്ങളും ഇഷ്ടപ്പെടുന്ന, നിങ്ങളും കൈയടിച്ച് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇടതുപക്ഷം ചെയ്യുന്നുള്ളൂ. അതങ്ങനെ മനസ്സിലാക്കുക. CPM-ന്റെ ആരാ വരുന്നത്? ആരും വരുന്നില്ല എന്നുള്ള താങ്കളുടെ വാദം അവിടെ നിൽക്കട്ടെ. ആരും വരുന്നില്ല എന്നുള്ള താങ്കളുടെ വാദം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചർച്ച അതല്ലാത്തത് കൊണ്ട് സി ഭാസ്കരേന്ദ്ര ബാബു, CPM-ന് വേണ്ടി ആര് വരുന്നു ആര് വരുന്നില്ല എന്നതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ കാര്യത്തിൽ തോമസ് ചാണ്ടിക്ക് ബുദ്ധിമുട്ട് വരുത്താൻ കഴിയുന്നത് ഈ കോടതികളിലെ കേസ് വരുമ്പോഴാണ്, കോടതികൾ പരിശോധിക്കുമ്പോഴാണ്. അതിന് മാസങ്ങളെടുക്കും. അത് അദ്ദേഹം വിടുതൽ ചെയ്യപ്പെടുകയോ അതിനൊക്കെ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ കുഴപ്പത്തിൽ പെടുകയോ ഇതൊക്കെ മാസങ്ങളെടുക്കും. അതത്രയേ സ്റ്റേറ്റിന് കഴിയൂ. പക്ഷേ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് പൂട്ടിക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ. നിങ്ങൾക്കറിയാമല്ലോ, കേന്ദ്രം ഭരിച്ച പാർട്ടിയാണല്ലോ. ഇതൊന്നും അറിയില്ലല്ലോ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പം. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം ഞാൻ പറയാം. കർണാടകയിൽ എപ്പോഴാണ് ഒരു മന്ത്രിയുടെ പേരിൽ കള്ളപ്പണം പിടിക്കാൻ ഈ ഇൻകം ടാക്സുകാർ ഇറങ്ങിത്തിരിച്ചത്? ഷുക്കൂറെ, എപ്പോഴായിരുന്നു? അവർക്ക് താല്പര്യമുള്ളപ്പോൾ. എപ്പോഴാണ് തമിഴ്നാട്ടിൽ എപ്പോഴാണ് ജയലളിതയുടെ വിശ്വസ്തയായിരുന്ന ശശികലയെ റെയ്ഡ് ചെയ്യാൻ കേന്ദ്രത്തിന് തോന്നിയത്? അവർക്ക് താല്പര്യമുള്ളപ്പോൾ. നോക്കൂ, ഒരു വർഷം കഴിഞ്ഞല്ലോ നോട്ട് നിരോധനം കഴിഞ്ഞ്. ഒരാളെ പിടിച്ചോ കള്ളപ്പണം പിടിച്ചതിൻ്റെ ഭാഗമായി? നിങ്ങളുടെ മന്ത്രിയെയല്ലേ പിടിച്ച കർണാടകത്തിൽ? എന്ന് പറയുമ്പോൾ ഒരു ശൈലി പ്രത്യേകമായി സ്വീകരിച്ചുകൊണ്ട് BDJS പോകുകയാണ്. വേറെ ആളുകളെ അവർക്ക് ആവശ്യമുണ്ട് കേരളത്തിൽ. പഴയ കോൺഗ്രസുകാരെ കിട്ടുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതൊക്കെ ഉണ്ട് പ്രശ്നം. അതൊന്നും നിങ്ങൾക്കറിയാതെ പോകുന്നത് നിങ്ങൾ ഈ സോളാറിൽ കിടന്ന് തിരിയുന്നത് കൊണ്ടാണ്. അതൊന്നും മാറി എന്ന് രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ചില അനുമാനങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതേ സംബന്ധിച്ച് ആലോചിക്കാം. അതാണ്, അത്തരം പ്രശ്നങ്ങൾ മുൻപിലുണ്ട്. A സജീവൻ, ഇത്തരം ചില സാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലുണ്ട്. CPIM അതിനെ ആ നിലയിൽ ശരിയായി മനസ്സിലാക്കുന്നു എന്ന് കരുതുക. അപ്പോൾ തീരുമാനമെടുക്കുന്നതിന്, തോമസ് ചാണ്ടിയെ ഒഴിവാക്കുന്നതിന് അവർക്ക് ഒരു നിലയ്ക്കും കടന്നു പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുടെ ഇടുക്കിലാണ് അവരിപ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? അതിലകപ്പെട്ടു പോകും അവരെന്ന്, ഇതിങ്ങനെ വൈകി പോകുമെന്ന്? തോമസ് ചാണ്ടി വളരെ കോൺഫിഡൻ്റ് ആണ് ഇപ്പോഴും. ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് തുടരാൻ കഴിയുമെന്നാണോ? നിഷാദിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഒന്ന്, CPM നട്ടെല്ലോടുകൂടി നിൽക്കുന്ന ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും എന്തെല്ലാം ഭീഷണി ഉയർത്തിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. അപ്പം ഭാസ്കരേന്ദ്ര ബാബു ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ BDJS പ്രശ്നം, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം, NCPയുടെ മൊത്തം ആളുകളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുമോ അതിൻ്റെ എത്രയോ ഇരട്ടി അംഗബലമുള്ള ഒരു പ്രസ്ഥാനമാണ് SNDP യോഗം. SNDP യോഗം മറ്റ് പല ഹിന്ദു സംഘടനകളെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, BDJS. ആ BDJS ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് LDFിൻ്റെ കൂടെയാണ്. പക്ഷേ അങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള ഒന്നിന് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. അപ്പോഴവർ BJPയുടെ കൂടെ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? BDJS BJPയുടെ കൂടെ പോയതിന് ശേഷമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന തെരഞ്ഞെടുപ്പ് വന്നത്. 91 സീറ്റ് ഇവിടെ കിട്ടി. BDJS അപ്പുറത്താണ്. എന്നിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് BDS അവസാനം എന്തായി? അവരുടെ ഗതികെട്ട് അവർ BJPയുടെ കൂടെ ഇല്ല, ഞങ്ങളിനിപ്പോൾ UDFിൻ്റെയോ LDFിൻ്റെയോ കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ വന്നു. LDF ആണ് ഏറ്റവും നല്ലത്. 10 വർഷത്തേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രകീർത്തിക്കാൻ തുടങ്ങി. അത് അപ്പോഴും BJPക്കൊപ്പം നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ മാറ്റി പറഞ്ഞു, അവരെ തള്ളിപ്പറഞ്ഞു. അതായത് BJPക്കൊപ്പം പോയിട്ട് BJPക്കും ഗുണമുണ്ടായില്ല, BDJSനും ഗുണമുണ്ടായില്ല. ഇനി മറ്റൊരു കാര്യം, NCPയിലേക്ക് DIC വരുന്നു.
കെ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള DIC വരുമ്പോൾ അന്ന് CPM എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. പല ആളുകളും വിമർശിച്ചു. പക്ഷേ ശക്തമായ നട്ടലുള്ള നിലപാടെടുത്തു. DICയെ പോലെ ഈ പലതരത്തിലും ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത അഴിമതിയുമായി ബന്ധപ്പെട്ട നേതൃത്വമുള്ള ഒരു പാർട്ടി ഈ NCPയുടെ ഭാഗമായാൽ NCP ഞങ്ങളുടെ കൂടെ വേണ്ട, മുന്നണിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം RSP പുറത്തു പോയിട്ടുണ്ട്, ഇപ്പൊ ജനതാദൾ പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ സാഹചര്യം അതല്ല ഇപ്പോഴെന്നാണ്. ഞാൻ പറഞ്ഞു നിലപാടെടുത്തിട്ട് എന്തുകൊണ്ടാണ് അല്ല ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പുതിയ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, പുറത്തേക്ക് പോയാൽ പിന്നെ പോയി ചേരാൻ പോകുന്ന ചേരി ഏത്? അവരുടെ സ്വപ്നങ്ങൾ ഒരു MLA ആണ് എന്ന പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് എന്നാണ്. MLA ആയിക്കഴിഞ്ഞാൽ ഒരു MLA അപ്പുറം പോയി ഒരു MLA ഉണ്ടായിട്ടിപ്പോൾ വലിയ ഭീഷണിയൊന്നും ഇല്ലല്ലോ. മുജീബ് റഹ്മാൻ ഇവിടെ എന്തായാലും രാജിവെക്കണമെന്ന തീരുമാനം LDFന്റെ നേതൃത്വം കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വയമേവ തീരുമാനമെടുത്താൽ അത്രയും നല്ലത്, പ്രശ്നങ്ങൾ ഒഴിവാക്കി പോകാം എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുൻ പാർട്ടിയുടെ ആ പാർട്ടി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് നേരത്തെ ഭാസ്കരേന്ദ്രബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ നേതൃത്വം ഇതിൽ ആരാണ് പ്രധാനി എന്ന സന്ദേശം പാർട്ടിക്കാകെ തന്നെ നൽകിയിട്ടുണ്ട്. അത് തോമസ് ചാണ്ടിയാണ് നിങ്ങളുടെ കേരളത്തിലെ പാർട്ടിയുടെ പ്രധാനി. അപ്പോൾ തോമസ് ചാണ്ടിയുടെ അനിഷ്ടത്തെ എങ്ങനെ മറികടക്കും ആ പാർട്ടി? എങ്ങനെയാണ് ആ പാർട്ടി വിഷയത്തിൽ ഒരു നയരൂപീകരണം സാധ്യമാക്കുക എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഭാസ്കരേന്ദ്രബാബു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. പക്ഷേ ഇവിടെ പാർട്ടി അദ്ദേഹമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരേ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ. ആ മന്ത്രിയെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇന്നിവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേവരെയുള്ള പാർട്ടിയുടെ തീരുമാനം ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ചിത്രം പറയുക എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് NCPയുടെ നേതാക്കന്മാരോട് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത്. അതെന്ത് തന്നെയായാലും നമുക്കറിയാം, അത് 100% മന്ത്രി രാജി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതാണ് മുജീബ് റഹ്മാൻ. ഞാൻ സമയപരിമിതി കൊണ്ടാണ് മുജീബ് റഹ്മാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ രാജിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റുമെന്ന് പറയുന്നു. തോമസ് ചാണ്ടിക്ക് എന്തായാലും രാജിവെക്കാൻ വയ്യ ഈ ആരോപണത്തിൻ്റെ പേരിൽ. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ട നിർബന്ധിതാവസ്ഥ പാർട്ടിക്കാകെ ഉണ്ട് താനും. അപ്പോൾ ഇതൊരു രണ്ട് ഭിന്ന നിലപാടുകൾ ഉണ്ടാവുക, അതിൻ്റെ പേരിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുക, പിളർപ്പിലേക്ക് പോവുക എന്നീ സാഹചര്യങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പിളർപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം തോമസ് ചാണ്ടിയുടെ കൂടെ ഒരാൾ പോലും പോകില്ല. അതിനകത്തിൽ അദ്ദേഹത്തിന് തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, അദ്ദേഹത്തിനെ തെറ്റായ സന്ദേശങ്ങളിലേക്ക് നയിക്കുന്ന ചില ആൾക്കാർ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഈ സംസ്ഥാന മന്ത്രിസഭയ്ക്കെതിരായിട്ടൊരു കേസ് തന്നെ, സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടൊരു കേസ് തന്നെ ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമാണ് അക്കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ താങ്കൾക്കറിയാമല്ലോ, 8 ജില്ലാ പ്രസിഡന്റുമാർ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. ഭാസ്കരേന്ദ്രബാബു സാർ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിനെ അദ്ദേഹം ഇടപെടിച്ച് ഭീഷണിപ്പെടുത്തിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും പരസ്യമായി രംഗത്ത് വരാത്തത്. അതുകൊണ്ട് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പേരും ഇവിടെ തോമസ് ചാണ്ടിക്കെതിരാണ്. പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇനി തോമസ് ചാണ്ടിക്കൊപ്പമാണെങ്കിൽ അതിന് വിരുദ്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടാണ് കേരളത്തിലെ 99% പ്രവർത്തകരും കൂടെ നിൽക്കുന്നത്. അതിനകത്തിൽ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട, സന്ദേഹവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടിട്ട് മറ്റൊരു ഏതെങ്കിലും മുന്നണി എന്നുള്ള സങ്കല്പമോ സ്വപ്നമോ ഈ താങ്കളോട് കൂടി താങ്കൾ പറഞ്ഞത് ആവർത്തിക്കുകയാണോ? 2 ദിവസത്തിനകം ഒരു തീരുമാനവും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നേയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്? ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. ഇന്ന് തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രി പുറത്താക്കിയാൽ കാര്യം നടക്കും, അല്ലാതെ നടക്കില്ല. അതാണ് ശ്രീ ഭാസ്കരേന്ദ്രബാബു അവസാനമായി ഇക്കാര്യത്തിൽ ഒരു കർശനമായ സമീപനം സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾ പുറത്തുപോയി ഇരുന്നേ മതിയാവൂ എന്ന് പറയേണ്ടി വരും കടുപ്പിച്ച്. അതിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയാമോ? കാരണം തോമസ് ചാണ്ടി സമവായത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മുന്നണി മര്യാദയുടെ ഒന്നും വഴിയിലേക്ക് നടന്നെടുക്കുന്നു എന്ന് തോന്നുന്നില്ല ഇത് കാണുമ്പോൾ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഉറപ്പ് തോമസ് ചാണ്ടിക്ക് തുടരാനാവില്ല മന്ത്രിസഭയിൽ. ഒന്ന്, ആ തീരുമാനം NCP എടുക്കണം. ഈ 2 ഉറപ്പുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് 2 ദിവസത്തെ സമയം കൊടുത്തിരിക്കുന്നു. അവരെന്തെടുക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ പറയുന്നത് പോലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടെയാണ് എടുക്കുന്നതെങ്കിൽ അതിനൊക്കെ എന്തും മുള്ളുകൾ ഉണ്ടാവും നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പം
അവരതെടുക്കട്ടെ. എടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. മുജീബ് റഹ്മാൻ പറഞ്ഞതുമാതിരി NCP പൂർണ്ണമായും തോമസ് ചാണ്ടി പറയുന്നത് ആ സമയത്ത് കേൾക്കില്ല, അതിനു മുമ്പായിരുന്നേ കേൾക്കുമായിരുന്നു. ഈ വ്യത്യാസമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നന്ദി സി ഭാസ്കരേന്ദ്ര ബാബു, CA ഷുക്കൂർ, CA സജീവൻ, മുജീബ് റഹ്മാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം എന്ത് തീരുമാനമുണ്ടാകുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇക്കാര്യത്തിൽ LDFന്റെ നയസമീപനം എന്ത് എന്ന് വിലയിരുത്തൽ. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.